ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അധികമാരും കണ്ടിട്ടില്ലാത്ത, പ്രത്യേകിച്ച് പുതുതലമുറയുള്ള ആളുകൾ അധികം കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ്. ഞാനിപ്പോൾ ഉള്ളത് മൊകേരിക്കടുത്തുള്ള ബാലകൃഷ്ണേട്ടൻ്റെ കള്ളം നിർമ്മിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് മോക്ക് ക്ലേ മോഡലിങ്ങിന് വേണ്ടി കുറച്ച് കളിമണ്ണ് വാങ്ങാൻ വന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇന്നാണ് വരുന്നത്. ഇവർ രാവിലെ 7 മണിക്ക് തന്നെ വർക്ക് തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ ചവിട്ടിക്കൂട്ടല്ല, നമ്മ ആദ്യം മണ്ണെടുത്ത് കൊണ്ടൊക്കിട്ടിട്ട് എന്നിട്ട് ചെറിയ ഈ സാധനം കൊണ്ട് അരിഞ്ഞ് ഇതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് ഇടല ആദ്യം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതില്ല, ഇത് ഉപയോഗിക്കില്ല. ഇപ്പോൾ മെഷീൻ വന്നുകൊണ്ട് പൂയും മണ്ണും കൂടി മിക്സാക്കിയിട്ട് അതിൻ്റെ അകത്ത് അരക്കലപ്പോൾ അരച്ചിട്ട് പിന്നെ 2 പ്രാവശ്യം നമ്മൾ ചവിട്ടി കൂട്ടണം, മിക്സ് ആകാൻ വേണ്ടിയിട്ട് മണ്ണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയാണ് ഇത് ഇങ്ങനെ പരുവത്തിൽ മുറിക്കുന്നത്, മെഷീനിലേക്ക് വെക്കുന്നത്. മണ്ണിൽ മുറിക്കുന്നത്. പിന്നെ ഇത് ഏകദേശം ഇത് ആറിക്കഴിഞ്ഞാൽ കട്ടീന് ഹോൾസില്ല, ഹോൾസില്ല. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഷേപ്പായി വരുന്നത് എങ്ങനെയാണ്? കൈ കൊണ്ടുള്ള നമ്മളിങ്ങനെ ഓരോ ഇപ്പം ഒരു കല ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂജയാണെങ്കിലൊക്കെ എങ്ങനെയാണ് ഷേപ്പാക്കി എടുക്കുക? നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നത്? കൈ കൊണ്ട് ചെയ്യുന്നത് അതൊരു എക്സ്പീരിയൻസ് വേണമല്ലോ. എക്സ്പീരിയൻസ് നമുക്ക് പഠിച്ച് പിന്നെ നമ്മളെ മനസ്സിൽ എങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കലാവാസനയും വേണമല്ലോ മനസ്സിൽ. അത് എന്തായാലും വേണം, നിർബന്ധം അല്ലേ? ഇവിടെ ബാലകൃഷ്ണനോടൊപ്പം രാജേട്ടനും ഗോവിന്ദേട്ടനാണ് സഹായിക്കാനുള്ളത്. ഗോവിന്ദേട്ടൻ പഴയ രീതിയിലെ ചക്ര ഉപയോഗിച്ചാണ് കല ഉണ്ടാക്കുന്നത്. നല്ല മനസാന്നിധ്യം അതുപോലെ തന്നെ കോൺസെൻട്രേഷനൊക്കെ വേണ്ട ഒരു ജോലിയാണ്. കുറച്ച് കലാബോധം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കറണ്ടില്ല, പഴയ ചക്ര ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്നില്ല, നല്ല കറക്കണ്ട. ഗതാഗത സൗകര്യം കുറവാകുമ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഗതാഗത സൗകര്യം. അല്ലാണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. കളിമണ്ണ് കിട്ടാത്തതായിട്ടുണ്ട്. കാരണം ശരിക്കും കാലം കഴിയും തോറുമ്പോൾ കളിമണ്ണ് കിട്ടൂലോ. ഇപ്പം നിലവിൽ പോയിടുന്ന കളിമണ്ണ് കിട്ടുന്നു, വാങ്ങുമായിരുന്നല്ല? വാങ്ങുന്നല്ല? അല്ല, പണ്ടല്ല എങ്ങനെയായിരുന്നു? പണ്ടെല്ലാം വയലിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയാ? ഇതുണ്ടല്ലോ, വയൽ സംരക്ഷണ സമിതി ഒരു സമ്മതിക്കുന്നില്ല, കുഴിച്ചെടുക്കാൻ പാടില്ല എന്നുള്ള വെള്ളം നിറയും. വയൽ നിറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ആ രീതിയിലായിപ്പോൾ കളിമണ്ണ് എങ്ങനെയാ പൈസ എങ്ങനെയാ വരുന്നത്? പൈസ എന്ന് വെച്ചാൽ ഒരു ലോഡ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 25,000. ഒരു ലോഡ് എന്ന് വെച്ചാൽ നമ്മളെ മത്തയില് അത്രയും പൈസ വരും. അത്രയും പൈസ വരും. പിന്നെ വളർന്നു വരുന്ന തലമുറ നമ്മളെ ഇല്ല. അപ്പൊ പുതിയ തലമുറയിലേക്ക് വരുന്നില്ല, അതൊരു പുതിയ തലമുറ വരുന്നില്ല, താല്പര്യമില്ല. കാരണം വെച്ചാൽ കൂടുതൽ വലിയ പിന്നെ ഞാൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞില്ല, പിന്നെ 7 മണി 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 6-7 മണി വരെ ജോലി എടുക്കും. ചൂള ഇവിടെ തന്നെ ഉണ്ടാവാ? ഇവിടെ തന്നെ. പിന്നെ ഞങ്ങൾക്ക് മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്. പാത്രങ്ങൾ ഉണങ്ങൂല, കുറെ താമസം എടുക്കും. നേരെ ലോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. മഴക്കാലത്ത് ദിവസം എടുക്കില്ല, ഉണങ്ങാൻ കുറെ ദിവസം എടുക്കും. വേനൽക്കാലത്ത് പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാം. വേനൽക്കാലത്ത് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ആവും. പക്ഷേ അത് 1.5 മാസം പിടിക്കും ചുള്ള. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ചൊരു പ്രധാന കാര്യം, ഇവിടെ ഏത് സമയത്ത് റേഡിയോയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതേക്കുറിച്ച് ബാലകൃഷ്ണനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് രാവിലെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം റേഡിയോ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് പോകുമ്പോൾ മാത്രമേ ഓഫ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അതൊരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതാണ്. ഈ ജോലിയിൽ ആദ്യം പഠിക്കേണ്ടത് ഇത് പഠിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും. അത് ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരു 10 12 വയസ്സാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ എന്ന് വെച്ചാൽ കയ്യും അച്ചാത്തിന്റെ പറഞ്ഞില്ലേ, കളരിയും അതുപോലെ എടുത്തത്. കാരണം കയ്യും വിരലുകളെല്ലാം നമ്മൾ അതിൽ ഒരുക്കി കിട്ടണം. അപ്പൊ ചെറുപ്പത്തിലെ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ വിരളത്തിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല. അങ്ങനെ ചെയ്യുന്നോണ്ട് തോന്നണം ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഡിസൈൻ ഡിസൈൻ അല്ല
ഡിസൈൻ ചെയ്യുന്നത് അതിലാ ഡിസൈൻ ചെയ്യുന്ന ഇത് പല നോള് ഡിസൈൻ ഇടുന്ന ഇതല്ല. ഇത് കളിമണ്ണല്ലേ ഇത്? ഇത് കളിമണ്ണ് തന്നെ നമുക്ക് കിണറിൽ കുഴിച്ചെടുക്കുന്ന മേലായി മണ്ണ് അതാണ്. അപ്പോൾ അത് ഉപയോഗിക്കും. ഇത് നല്ല ക്വാളിറ്റിയുള്ള മണ്ണ്. ഇത് കളിമണ്ണ്, ഇത് കിണർ, ഇത് കുഴിച്ചെടുക്കുന്നത്. ഇത് കിണറിന് കുഴിച്ച കളിമണ്ണ് തന്നെയാണ്. പിന്നെ ഇത് വേറൊരു മോഡൽ മണ്ണ്. ഇതും മണ്ണ് കാണുമ്പോൾ ഒരുപോലെ ഉണ്ടാ ഇത് കാണില്ല. ഇത് മിക്സ് ചെയ്തെടുക്കുക ഈ എല്ലാം കൂടെ? ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ഞങ്ങൾ പുഴി കൂട്ടി ചവിട്ടിയാൽ ഇടും. അതിന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ കലത്തിന് ക്വാളിറ്റി കൂടും, നല്ല ക്വാളിറ്റി കിട്ടാം. അപ്പോൾ കളിമണ്ണ് പിന്നെ നമ്മളെ ഇത് അല്ലേ? ഇത് കളിമണ്ണ് തന്നെയാണ്, എല്ലാം കളിമണ്ണ് തന്നെ, നല്ല കളിമണ്ണ് തന്നെ. പക്ഷെ അത് ക്വാളിറ്റി കൂടുതലുള്ള സാധനമാണ് ഇത് രണ്ടും, ഇതും അതും. നമ്മളിപ്പോൾ ഇത് ആദ്യം ഉണങ്ങിയതിന് ശേഷമാണ് ചൂളയിൽ വെക്കുന്നത്. ഉണങ്ങിയതിന് ശേഷം. ഉണങ്ങിയല്ലേ? ഇപ്പോൾ ഇത് ഏകദേശം ഇത് നീ തൊട്ടിയാൽ ഇത് ഉണങ്ങിയില്ല, സൗണ്ട് മാറും. ഇതാണ് നമ്മളെ ചൂളാന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്കി ഇതിന്റെ ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ, നമ്മളിത് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഓൾസ് കൂടി ഇങ്ങോട്ട് തീ വരും. തീ വന്നു കഴിഞ്ഞാൽ ആ തീ ഇത് കഴിഞ്ഞാൽ ഈ ഇഷ്ടി എടുത്ത് നമ്മൾ ഇങ്ങോട്ട് മൂടുന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ തന്നെ തീ ഇങ്ങോട്ട് വരുന്നു ഓൾസ് കൂടി. അപ്പോൾ ഇതും എടുത്ത് മൂടുന്നു. അപ്പൊ അതിന് ശേഷം ഇതിന്റെ അകത്തുള്ള മടല് കത്തി തലൊട്ടാകെ പോയിരുന്നു. അപ്പൊ ഒരു ശരിക്കൊരു 10-12 മണിക്കൂർ പണിയുണ്ട് ഇല്ല ചൂളൊക്കെ? 12 മണിക്കൂറല്ല, ശരിക്കും തലേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് 11 മണി 6 മണിയാവും. 6 മണിയാവും ഇത് തഴുമ്പത്തേക്ക്. ശരിക്കും 24 മണിക്കൂറിന്റെ അടുത്ത് തന്നെ 24 മണിക്കൂർ തന്നെ. 24 മണിക്കൂർ പോരാ, എത്രയുണ്ട്. അപ്പൊ നല്ല അധ്വാനം ഉണ്ട് ഇതിന്. ഉറക്കൊഴിഞ്ഞിട്ട് നിൽക്കണ്ടേ ചിലപ്പോൾ? ഉറക്കൊഴിയുന്നവരെ ഇത് കത്തിക്കണം. അപ്പൊ വിറക് ഇട്ട് ഇങ്ങനെ കത്തി പിന്നെ അടിയിൽ നിന്ന് കത്തി അതിന് ശേഷം മടലി ഫയർ ചെയ്ത് അത് ഒരു ദിവസം ഉറക്കൊഴിക്കൽ അതിലുണ്ടാവും. അങ്ങനെ കുറച്ച് സമയം ഇവരോട് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.